നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാനമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും പരമോച്ഛമായ മേടപ്പത്തും ഈ മാസത്തിലാണ് സംഭവിക്കുന്നത്. മുന്നേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നാണ് 10-ാം ഉദയം എന്നുള്ളതാണ്. കൂടാതെ ഈ ദിവസം തന്നെയാണ് പൗർണമിയും, അതായത് വെളുത്ത വാവും സംഭവിക്കുന്ന ദിവസവും. സൂര്യൻ്റെ ഈ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ ഈ 2 ആഴ്ചയോളം വരുന്ന ദിവസം ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് കുറച്ചേറെ മഹാഭാഗ്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയമാണിത്. മലയാള മാസം മേടം 10-നാണ് 10-ാം ഉദയം വരുന്നത്. ഈ സമയം സൂര്യൻ അത്യുച്ച രാശിയിൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. രാശിചക്രത്തിൽ വർഷത്തിൽ സൂര്യൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ദിവസം 10-ാം ഉദയത്തിലാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ സമയത്ത് കാർഷികപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കുന്ന ഒരു സമയമാണ്. ഇതേ ദിവസം തന്നെയായിരുന്നു കർഷകർക്കത് ഉത്സവ അടിസ്ഥാനത്തിലുള്ള ഒരു ദിവസം കൂടിയാണ് 10-ാം ഉദയം എന്ന് പറയുന്നത്. കൂടാതെ ജീവിതത്തിലെ ഏതൊരു ശുഭകാര്യങ്ങൾക്കും, നല്ല ഒരു കാര്യങ്ങൾക്കൊക്കെ, നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാൻ പറ്റിയ, അല്ലെങ്കിൽ തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് 10-ാം ഉദയം മുതൽ മുന്നോട്ടുള്ള 2 ആഴ്ചക്കാലം വരെയുള്ള സമയം എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്, വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണിത് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാലയളവ്, അതായത് ഈ 2 ആഴ്ചക്കാലം വളരെ ശുഭകരമായ ഒരു സമയം തന്നെയാണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. വളരെ സംശയം ഇല്ലാതെ തന്നെ പറയാം, വളരെ ശുഭകരമായ ഒരു സമയം തന്നെയായിരിക്കും ഈ 2 ആഴ്ചക്കാലം എന്ന് പറയുന്നത്. സൂര്യൻ വളരെ ബലവാനായതുകൊണ്ടും സൂര്യൻ ഉച്ചരാശിയിൽ വരുന്നത് കൊണ്ടും ഈ വരുന്ന 2 ആഴ്ചയ്ക്ക്, ഇന്നു മുതൽ 2 ആഴ്ചയ്ക്കകം മഹാഭാഗ്യം വരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് നോക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഭാഗ്യം വന്നു ചേരുക, ഏതെങ്കിലും തരത്തിൽ ഒരു ഭാഗ്യമെങ്കിലും വന്നു ചേരുന്നതിൽ സംശയമില്ല എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകമായൊരു കാര്യം, ഇന്നു മുതൽ 2 ആഴ്ച വരെ മാത്രമാണ് ഈ ഒരു ഭാഗ്യസമയം ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ധനപരമായ പുരോഗതി ഒന്ന് തന്നെ ആയിരിക്കും. അത് ഏത് രീതിയിലും പ്രതീക്ഷിക്കാം. പെട്ടെന്നുള്ള ഒരു വരവായിരിക്കാം, പ്രതീക്ഷിക്കാതെയുള്ള ഒരു ധനസമ്പത്ത്, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യം, ലോട്ടറി വഴിയുള്ള ധനസമ്പാദ്യത്തിനുള്ളൊരു ഭാഗ്യം എന്നിവയൊക്കെയാണ് ഈ സമയത്തുള്ള പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ. കൂടാതെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്നും വലിയ ലാഭക്കച്ചവടങ്ങൾ ഉണ്ടാകുവാനും യോഗം വന്നു ചേരുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ഭരണി, പൂരം, പൂരാടം എന്നീ 3 നക്ഷത്രങ്ങളാണ്. അതായത് സൂര്യൻ്റെ ഭാഗ്യദൃഷ്ടിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ 3 നക്ഷത്രക്കാർ. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും സൂര്യപ്രാർത്ഥന നടത്തി ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ വളരെയധികം അനുകൂലമായ ഒരു അനുഭവം ഫലത്തിൽ ഉണ്ടായിട്ടായിരിക്കും ഈ നക്ഷത്ര ജാതകർ തിരികെ എത്തുന്നത്, അല്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഈ സമയത്ത് സൂര്യപ്രാർത്ഥന കൊണ്ട് ഏത് കാര്യവും നിഷ്പ്രയാസം വിജയം നേടുവാൻ സാധിക്കുമെന്നുള്ളതാണ്. സൂര്യൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ ഭരണി, പൂരം, പൂരാടം നക്ഷത്രത്തിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ സമയം ഈ നക്ഷത്രക്കാർ സൂര്യപ്രാർത്ഥന ചെയ്താൽ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനാഫലങ്ങൾ അതിൻ്റേതായ പ്രാർത്ഥനാഫലങ്ങൾ ലഭിക്കും എന്നതിൽ സംശയം വേണ്ട. തുടർന്ന് വരുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ 3 നക്ഷത്രങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3 നക്ഷത്രങ്ങളുടെയും അധിപൻ എന്ന് പറയുന്നത്, നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ആയതിനാൽ തന്നെ ഈ നക്ഷത്ര ജാതകർക്കും പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ കുടുംബപരമായ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് എന്നിവ വന്നു ചേരുകയോ, നറുക്കെടുപ്പിൽ വിജയം നേടുകയോ, ലോട്ടറി വഴി ഭാഗ്യം ധനം വന്നു ചേരുകയോ ചെയ്യാം. ഇവിടെ ഭാഗ്യത്തിൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ നക്ഷത്ര ജാതകരുടെ പ്രാർത്ഥനയുടെ ശക്തി പോലെ ആയിരിക്കും എന്നതുകൂടി ഓർമ്മിക്കുക. കുടുംബസ്വത്ത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോൾ ഒരു ഗൃഹം നേടാനും അല്ലെങ്കിൽ ആ ഗൃഹത്തിനെ നവീകരിക്കുവാനോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പത്ത് വഴി, ആ കുടുംബപരമായി കിട്ടുന്ന സമ്പത്ത് വഴി പുതിയ ഗൃഹം ലഭിക്കുവാനോ, അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കുവാനോ, വാഹനഭാഗ്യം ഉണ്ടാകുവാനോ ഒക്കെയുള്ള ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. അടുത്തായി വരുന്ന 3 നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചതയം, ചോതി, തിരുവാതിര എന്നിവയാണ്. ഈ നക്ഷത്രങ്ങളുടെ നാഥൻ എന്ന് പറയുന്നത് രാഹുവാണ്. രാഹുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിലാണ് സഞ്ചാരം. ഈ നക്ഷത്ര ജാതകർക്കും ഒരു സുവർണകരമായ സമയമായിരിക്കും, സുവർണകരമായ കാലഘട്ടമായിരിക്കും ഇത് എന്നുള്ളതാണ്. ഇന്നു മുതൽ 2 ആഴ്ച കാലത്തേക്ക് വരാൻ പോകുന്ന ചില ഭാഗ്യകരങ്ങളായ അവസരങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ, വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ അത് വളരെ ഭാഗ്യമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഭാഗ്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. എന്നാൽ വരുന്ന ഒരു സംഭവങ്ങളെ ഉൾക്കണ്ണുകൾ കൊണ്ടുകൂടി കാണുവാൻ ശ്രമിക്കുക. പുറമേ നോക്കി വരുന്ന ഭാഗ്യങ്ങളെ അല്ലെങ്കിൽ പുറത്ത് ഒറ്റ വീഴ്ചയിൽ, ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടിട്ട് തട്ടി മാറ്റി കളയാതിരിക്കുക എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്തായിരിക്കും ഓരോ ശുഭകാര്യങ്ങൾ വന്നു ചേരുന്നത്. അതിപ്പോൾ ഒരു തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അറിയിക്കുന്നത്, അല്ലെങ്കിൽ വിദേശ യാത്ര സംബന്ധിച്ച എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം എന്ന രീതിയിലുള്ള എങ്ങനെയൊക്കെ ആയിരുന്നാലും വരുന്നത്, ഏത് രീതിയിൽ വേണോ ഭാഗ്യം വന്നു ചേരാം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാണ് ഒരു ജാതകൻ പ്രവർത്തിക്കാനുള്ളത്. പ്രാർത്ഥനാ ഫലങ്ങൾ പോലെ ഇരിക്കും കൂടുതൽ കാര്യങ്ങളും. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്ദർഭം മനസ്സിലാക്കി ഉപയോഗത്തിൽ കൊണ്ടുവരിക എന്നത് ജാതകരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പോലെയും അവരുടെ പ്രാർത്ഥന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. ഭാഗ്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കും. അത് ഉപയോഗപ്രദമാക്കേണ്ടത് ജാതകർ തന്നെയാണ് എന്നതാണ് പറയുന്നത്. ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ ജനന സമയങ്ങൾ വച്ചിട്ട് ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. എന്നാലും നിശേഷം ഭാഗ്യം ഇല്ലാതെ പോകും എന്നല്ല പറയുന്നത്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു വ്യക്തിയുടെ കാര്യപ്രാപ്തി പോലെ ആയിരിക്കും വരുന്ന സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് സാരം. ആയതിനാൽ ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് സൂര്യപ്രാർത്ഥന നിത്യവും ചെയ്യുക. അതുവഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇതിൽ ഒരു സംശയവും വേണ്ട. ഈ രീതിയിലാണ് ഈ പറഞ്ഞ 10-ാം ഉദയത്തിൽ മേൽപ്പറഞ്ഞ 9 നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വരുന്ന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.